Hi all, welcome to Smart Start. ഈ വീഡിയോയിലൂടെ നമ്മൾ പാഠഭാഗത്തിൻ്റെ അവസാനത്തെ ഭാഗത്തേക്കാണ് കടക്കുന്നത്. ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് ഹൗ ഇസ് റെയിൻ ഫോംഡ് എന്ന ടോപ്പിക്കാണ്. മഴ എങ്ങനെ ഉണ്ടാകുന്നു എന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ ഇൻ ദ വാട്ടർ ബോഡീസ് വെൻ ഇറ്റ് റിസീവ്സ് ഹീറ്റ് ഫ്രം ദ സൺ. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള കുളം, കിണർ, അരുവി, പുഴ ഇവയെല്ലാമാണ് നമ്മൾ വാട്ടർ ബോഡീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വാട്ടർ ബോഡീസിൽ അല്ലെങ്കിൽ ജലസ്രോതസ്സിലുള്ള വെള്ളത്തിന് സൂര്യപ്രകാശമേറ്റ് അവ ചൂടാകുമ്പോൾ അവയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കൂ, എന്തായിരിക്കും സംഭവിക്കുക? അതിന് ഉത്തരം കണ്ടെത്തുന്നതിന് മുൻപ് നമുക്കൊരു എക്സ്പെരിമെൻ്റ് നോക്കാം. ഹീറ്റ് സം വാട്ടർ ഇൻ എ വെസൽ. കവർ ഇറ്റ് വിത്ത് എ പ്ലേറ്റ്. After some time, examine the inner side of the plate. Write down your observations in the science diary. അപ്പോൾ എന്താണ് എക്സ്പെരിമെൻ്റ്? ഹീറ്റ് സം വാട്ടർ ഇൻ എ വെസൽ. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് ചൂടാക്കുക. കവർ ഇറ്റ് വിത്ത് എ പ്ലേറ്റ്. അതിനുശേഷം അതൊരു പ്ലേറ്റ് വെച്ച് മൂടി വയ്ക്കുക. ആഫ്റ്റർ സം ടൈം എക്സാമിൻ ദ ഇന്നർ സൈഡ് ഓഫ് ദ പ്ലേറ്റ്. നമ്മൾ മൂടി വെച്ച ആ പാത്രത്തിൻ്റെ ഉൾഭാഗം കുറച്ച് സമയത്തിന് ശേഷം നോക്കുക. അപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക? അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് എന്തായിരിക്കും കാണാൻ പറ്റുന്നത്? നമ്മൾ മൂടി വെച്ച പാത്രത്തിൻ്റെ അടിയിലായിട്ട് വെള്ളത്തുള്ളികൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? നമ്മൾ ചൂടാക്കാൻ വെച്ച വെള്ളം നീരാവിയായിട്ട് മാറുകയാണ് അവിടെ ചെയ്തത്. അങ്ങനെ നീരാവിയായിട്ട് മാറിയ ആ വെള്ളത്തെ നമ്മൾ മറ്റൊരു പാത്രം വെച്ച് മൂടുമ്പോൾ ആ മൂടി വെച്ച പാത്രത്തിൽ ഈ നീരാവിയായി മാറിയ വെള്ളം തട്ടി നിൽക്കുന്നതാണ് ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. നാം അങ്ങനെ ഒരു പാത്രം വെച്ചില്ലായിരുന്നെങ്കിൽ, മൂടി വെച്ചില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ തിളയ്ക്കുന്ന വെള്ളം നീരാവിയായിട്ട് അന്തരീക്ഷത്തിലേക്ക് പോകുമായിരുന്നു. എന്നാൽ നമ്മൾ മൂടി വെച്ചത് കൊണ്ട് നമുക്ക് ആ പാത്രത്തിന്മേൽ ഈ നീരാവി, അതായത് വാട്ടർ വേപ്പർ തങ്ങി നിൽക്കുന്നത് വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ രൂപത്തിൽ കാണാൻ സാധിച്ചു. ഇവിടെ നടന്ന രണ്ട് പ്രോസസ്സുകളാണ്. ഒന്ന് ഇവോപ്പറേഷൻ, രണ്ട് കണ്ടൻസേഷൻ. എന്താണ് ഇവോപ്പറേഷൻ എന്ന് നോക്കാം. ഇവോപ്പറേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ് ചേഞ്ച് ടു വേപ്പർ ഡ്യൂ ടു ഹീറ്റ്. വെള്ളം പോലുള്ള ലിക്വിഡ്സിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ, അതായത് ചൂടാക്കുമ്പോൾ അത് ലിക്വിഡ് എന്ന അവസ്ഥയിൽ നിന്നും വേപ്പർ എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവോപ്പറേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ്സ് ചേഞ്ചസ് ടു വേപ്പർ ഡ്യൂ ടു ഹീറ്റ്. കണ്ടതുപോലെ തന്നെ നമ്മൾ ചൂടാക്കാൻ വെച്ച വെള്ളം വാട്ടർ വേപ്പറായിട്ട് മാറുന്നു. അപ്പോൾ വാട്ടർ ചേഞ്ചിങ് ഇൻ ടു വാട്ടർ വേപ്പർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇവോപ്പറേഷൻ. അങ്ങനെയെങ്കിൽ കണ്ടൻസേഷനും കൂടെ എന്താണെന്ന് നോക്കാം. ഓൺ കൂളിംഗ്, വേപ്പർ ചേഞ്ചസ് ടു ലിക്വിഡ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് കണ്ടൻസേഷൻ. അതായത് നാം ഈ എക്സ്പെരിമെൻറ്റിൽ കണ്ടതുപോലെ തന്നെ ആദ്യം നമ്മൾ ചൂടാക്കിയ വെള്ളം എന്ത് സംഭവിച്ചു? ഇവോപ്പറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. എന്നാൽ നാം അതൊരു പ്ലേറ്റ് വെച്ച് മൂടിയപ്പോൾ ഇവോപ്പറേറ്റ് ചെയ്ത് പോയ ലിക്വിഡ് എന്ത് സംഭവിക്കുന്നു? വീണ്ടും അത് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്നു. ഇവോപ്പറേറ്റ് ചെയ്ത് പോയി വേപ്പറായിട്ട് മാറിയ ലിക്വിഡിന് എന്താണ് സംഭവിക്കുന്നത്? അത് വീണ്ടും ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരുന്നു. ആ പ്രോസസ്സിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? ഓൺ കൂളിംഗ്. ഇവോപ്പറേഷൻ ഓൺ ഹീറ്റിംഗ് ആണെങ്കിൽ കണ്ടൻസേഷൻ നടക്കുന്നത് ഓൺ കൂളിംഗ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു ചോദ്യമുണ്ടല്ലോ, വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ ഇൻ ദ വാട്ടർ ബോഡീസ് വെൻ ഇറ്റ് റിസീവ്സ് ഹീറ്റ് ഫ്രം ദ സൺ. ആ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദ വാട്ടർ ഫ്രം വാട്ടർ ബോഡീസ് ആൻഡ് പ്ലാന്റ്സ് റീച്ച് ദി അറ്റ്മോസ്ഫിയർ ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ ഡ്യൂ ടു ദ ഹീറ്റ് ഓഫ് സൺ. അപ്പോൾ സൂര്യനിൽ നിന്നും ചൂടേൽക്കുമ്പോൾ നമ്മുടെ വാട്ടർ ബോഡീസിൽ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളിലുള്ള വെള്ളം, അതല്ലെങ്കിൽ ചെടികളിലുള്ള വെള്ളം, ഇവയെല്ലാം എന്ത് ചെയ്യുന്നു? വാട്ടർ വേപ്പറായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് ചെല്ലുന്നു. ദ വാട്ടർ വേപ്പർ കണ്ടൻസസ് ഇൻ ദ ഫോം ഓഫ് ക്ലൗഡ്സ്. ഇങ്ങനെ ഇവോപ്പറേറ്റ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് ചെന്ന ഈ വാട്ടർ വേപ്പർ ദെൻ കണ്ടൻസേഷൻ സംഭവിക്കുകയും അത് ക്ലൗഡ്സ് ആയിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഫോം ചെയ്ത ക്ലൗഡ്സ് ലേറ്റർ കൂൾ ഡൗൺ ചെയ്തിട്ട് തിരിച്ച് നമുക്ക് റെയിനായിട്ട്, അതായത് മഴയായിട്ട് തന്നെ കിട്ടുന്നു. ഈ ചിത്രത്തിലൂടെ നമുക്ക് ഈ രണ്ട് പ്രോസസ്സുകളെ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ നമ്മുടെ വാട്ടർ ബോഡീസിലുള്ള വാട്ടർ എന്ത് ചെയ്യുന്നു? ഇവോപ്പറേറ്റ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു.
അങ്ങനെ അറ്റ്മോസ്ഫിയറിലേക്ക് പോയ ഈ വാട്ടർ വേപ്പർ ലേറ്റർ കണ്ടൻസ് ചെയ്ത് ക്ലൗഡ്സ് ആയിട്ട് മാറുന്നു. ഈ ക്ലൗഡ്സ്, അതായത് കാർമേഘങ്ങളാണ് പിന്നീട് കൂൾ ഡൗൺ ചെയ്ത് റെയിനായിട്ട് നമുക്ക് തിരിച്ചു ലഭിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മഴയുണ്ടാകുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. ദ വാട്ടർ ഫ്രം വാട്ടർ ബോഡീസ് ആൻഡ് പ്ലാന്റ്സ് റീച്ച് ദി അറ്റ്മോസ്ഫിയർ ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ ഡ്യൂ ടു ദ ഹീറ്റ് ഓഫ് സൺ. ദ വാട്ടർ വേപ്പർ ദെൻ കണ്ടൻസസ് ഇൻ ദ ഫോം ഓഫ് clouds. It gets cooled and then comes down as rain. അപ്പോൾ ഇങ്ങനെയാണ് മഴയുണ്ടാകുന്നത്. ദിസ് ഈസ് ഹൗ റെയിൻ ഈസ് ഫോംഡ്. അപ്പോൾ ഇവിടെ വാട്ടർ ബോഡീസിലുള്ള വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുകയും അവ അറ്റ്മോസ്ഫിയറിൽ എത്തുകയും ഈ അറ്റ്മോസ്ഫിയറിലെത്തിയ വാട്ടർ വേപ്പർ എന്ത് ചെയ്യുന്നു, പിന്നീട് അത് ക്ലൗഡ്സ് ആയിട്ട് മാറുന്നു, കണ്ടൻസേഷൻ സംഭവിക്കുന്നു. ഈ ക്ലൗഡ്സ് എന്ത് ചെയ്യുന്നു, പിന്നീട് അവ തണുക്കുന്നു, അതായത് കൂൾ ഡൗൺ ചെയ്യുന്നു, കൂളാകുന്നു. അങ്ങനെ കൂൾ ഡൗൺ ചെയ്ത ക്ലൗഡ് എന്ത് ചെയ്യുന്നു, വീണ്ടും അവ റെയിനായിട്ട് നമുക്ക് തിരിച്ചു നൽകുന്നു, ഇവാപ്പറേറ്റ് ചെയ്തു പോയ വാട്ടറിനെ. അപ്പോൾ ഈ ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സ് രണ്ടും വീണ്ടും 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 സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തവണ ഇവാപ്പറേറ്റ് ചെയ്തു പോകുന്നു, വീണ്ടും അത് കണ്ടൻസേഷൻ വഴി തിരിച്ചു വരുന്നു, വീണ്ടും അങ്ങനെ തിരിച്ചു വന്ന ആ വെള്ളം വീണ്ടും വാട്ടർ ബോഡീസിലെത്തുന്നു, ആ വാട്ടർ ബോഡീസിൽ നിന്നും വീണ്ടും ഇവാപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് ഒരു സൈക്കിളിൻ്റെ രൂപത്തിൽ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. അങ്ങനെ ഒരു ചക്രം പോലെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ വാട്ടർ സൈക്കിൾ എന്നാണ് വിളിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക്കാണ് വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ്. ജലം എങ്ങനെയൊക്കെ നമുക്ക് സംഭരിക്കാം, ഏതെല്ലാം മെത്തേഡ്സാണ് നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Shouldn't the water reaching the soil in the form of rain be used in future also? അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ മഴവെള്ളം നമുക്ക് ഭാവിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടെ ഉപയോഗിച്ചുകൂടെ? വാട്ട് ആർ ദ മെത്തേഡ്സ് ടു ബി അഡോപ്റ്റഡ് ടു അലൗ റെയിൻ വാട്ടർ സിങ്ക് ഇൻ ടു ദ സോയിൽ? അപ്പോൾ ഏതെല്ലാം മെത്തേഡ്സ് വഴിയായിരിക്കാം നമുക്ക് ഈ മഴവെള്ളം ശേഖരിക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ഈ ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൊതുവെ ഉപയോഗിച്ചു വരുന്നതും അതുപോലെ തന്നെ പുതിയതുമായ കുറച്ച് മെത്തേഡ്സിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തേതാണ് റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ്, അതായത് മഴക്കുഴി. മണ്ണിൽ തന്നെ ഒരു കുഴി കുഴിച്ച് ആ കുഴിയിലേക്ക് നമ്മൾ മഴവെള്ളം ശേഖരിക്കുന്ന മെത്തേഡാണ് ആദ്യത്തേത്. അടുത്തതാണ് മഡ് വാൾസ്. മണ്ണുപയോഗിച്ച് വേലി പോലെയെല്ലാം കെട്ടി നമ്മൾ മഴവെള്ളം തടഞ്ഞു നിർത്തുന്ന അല്ലെങ്കിൽ ശേഖരിക്കുന്ന മെത്തേഡാണ് മഡ് വാൾസ്. അടുത്തതാണ് സ്ലോപ്പിംഗ് ലാൻഡ് കട്ട് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ്, അതായത് ചെരിഞ്ഞ പ്രദേശങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ചെരിഞ്ഞ പ്രദേശങ്ങൾ ഡിഫറെൻറ്റ് ലെയേഴ്സായിട്ട്, പല പല ലെയേഴ്സായിട്ട് കട്ട് ചെയ്ത് നിർത്തുകയും ഈ ലെയേഴ്സിലൂടെ മഴവെള്ളം ശേഖരിക്കുകയുമാണ് ആ മെത്തേഡിലൂടെ ചെയ്യുന്നത്. അടുത്തതാണ് പ്രിപ്പയറിംഗ് ബേസിൻസ് അറൗണ്ട് ട്രീസ്, അതായത് മരത്തിന് ചുറ്റുമെല്ലാം തടമെടുക്കുക അല്ലെങ്കിൽ കുഴി എടുക്കുക എന്നെല്ലാം പറയും. അപ്പോൾ ആ കുഴിയിൽ നമുക്ക് അല്ലെങ്കിൽ ആ തടത്തിൽ നമുക്ക് വെള്ളം ശേഖരിച്ച് നിർത്താൻ സാധിക്കുന്നു. അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഈസ് ഓൾസോ സ്റ്റോർഡ് ഇൻ ടാങ്ക്. ടാങ്കിൽ നമ്മൾ റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അടുത്തത് ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ റെയിൻ വാട്ടർ സ്റ്റോർഡ് ഇൻ ടു വെൽസ്. റെയിൻ വാട്ടർ നേരിട്ട് നമ്മൾ കിണറുകളിലേക്ക് തന്നെ വെള്ളം ശേഖരിക്കത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യുന്നു. അതായത് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി എല്ലാം കുറവായിട്ടുള്ള സ്ഥലങ്ങളിൽ വീടിൻ്റെ മുകളിൽ, അതായത് ടെറസിൽ, വാർക്കമുകളിലെല്ലാം വീഴുന്ന വെള്ളം നേരിട്ട് കിണറുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന മെത്തേഡാണ് റെയിൻ വാട്ടർ ഇൻ ടു വെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിൽറ്ററിങ് പോലുള്ള മെത്തേഡ്സ് എല്ലാം യൂസ് ചെയ്ത് ആ വെള്ളം നമ്മൾ പിന്നീട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിൽപോളിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് ആണ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏരിയയ്ക്ക് അനുസരിച്ച് പായ പോലെ അല്ലെങ്കിൽ ഷീറ്റ് വിരിച്ച് ആ ഷീറ്റിനകത്ത് നമ്മൾ വെള്ളം ശേഖരിക്കുന്ന മെത്തേഡിനെയാണ് സിൽപോളിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, സിൽപോളിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് ആൻഡ് വെൽ റീചാർജിങ്, ഇതെല്ലാം പുതിയ കുറച്ച് മെത്തേഡ്സാണ്. അപ്പോൾ വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ കണ്ട മെത്തേഡ്സ് ഏതെല്ലാമാണ്? റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ്, മഡ് വാൾസ്, സ്ലോപ്പിംഗ് ലാൻഡ് കട്ട് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ്, പ്രിപ്പയറിംഗ് ബേസിൻസ് അറൗണ്ട് ട്രീസ്, റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, റെയിൻ വാട്ടർ ഇൻ ടു വെൽസ്, സിൽപോളിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വെൻ വാട്ടർ ടേൺസ് എ വില്ലൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ വാട്ടർ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു വില്ലനായിട്ട് മാറിയിട്ടുണ്ടോ? ഡസൻ വാട്ടർ വിച്ച് ഈസ് സോ എസെൻഷ്യൽ ഫോർ ലൈഫ് ഓൾസോ ബിക്കം എ ഡിസ്ട്രോയർ അറ്റ് ടൈംസ്? ഡു യു ഹാവ് സച്ച് എക്സ്പീരിയൻസസ്? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസസ്, അനുഭവങ്ങളുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ പല സാഹചര്യത്തിലായിട്ട് വെള്ളത്തിനെ നമ്മളൊരു വില്ലനായിട്ടിപ്പോൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ അമ്മു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഡയറിക്കുറിപ്പ് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഡയറി നോട്ട്. എന്താണതെന്ന് നോക്കാം. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹെവിലി സിൻസ് മോർണിംഗ്.
Not the gentle rains seen till yesterday, but heavy downpour in all its fury. അമ്മുവിൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു മഴ ദിവസത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഡയറി നോട്ടിൽ ചെയ്തിരിക്കുന്നത്. രാവിലെ തൊട്ട് മഴയാണ്. സാധാരണ മഴയൊന്നുമല്ല കാണുന്നത്. വളരെ ഹെവി ആയിട്ടുള്ള, വളരെ ദേഷ്യത്തോടു കൂടി മഴ പെയ്യുന്നത് പോലെയാണ് ഉള്ളത്. സ്ട്രോങ് വിൻഡ്സ് അറ്റ് ടൈം ബ്ലോയിങ് ആസ് ഇഫ് ടു ഫ്രൈറ്റൺ. നമ്മെ പേടിപ്പെടുത്തുന്നത് പോലെ കാറ്റുമുണ്ട്. ദ മാംഗോ ട്രീ ലെയ്ഡ് അപ്രൂട്ടഡ്. മാവെല്ലാം മറിഞ്ഞു വീഴുന്നു. വെൻ ദ റെയിൻ സബ്സൈഡഡ് എ ലിറ്റിൽ ഐ വെൻ വിത്ത് മൈ ഫാദർ ടു ആരതീസ് ഹൗസ്. മഴ ഒന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ ആരതിയുടെ വീട്ടിലേക്കു എൻ്റെ അച്ഛൻ്റെ കൂടെ പോയി. വാട്ടർ ഹാഡ് എൻറ്റേർഡ് ഹെർ ഹൗസ്. അവളുടെ വീട്ടിലും വെള്ളം കയറിയിരുന്നു. ദ വാൾ ഓൺ ദ സദേൺ പാർട്ട് ഓഫ് ദ ഹൗസ് ഹാഡ് കൊളാപ്സ്ഡ്. ആരതിയുടെ വീടിൻ്റെ ഒരു ഭാഗം മുഴുവനായിട്ടും വീണ് കഴിഞ്ഞിരുന്നു. ഐ ഫെൽറ്റ് വെരി സാഡ് വെൻ ഐ സോ ആരതി ആൻഡ് ഹെർ മദർ സ്റ്റാൻഡിങ് ഹെൽപ്ലെസ്ലി നീ ഡീപ്പ് ഇൻ വാട്ടർ. അവർ ആ വെള്ളത്തിൽ നിസ്സഹായരായി നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് വളരെ സങ്കടം തോന്നി. വെൻ മൈ ഫാദർ ആസ്ക്ഡ് ദം ടു സ്റ്റേ വിത്ത് us in our house till the rain subsided, I felt like hugging and kissing him, since I also wanted to suggest the same to him. അങ്ങനെ ഒരു അവസ്ഥ കണ്ടപ്പോൾ അമ്മുവിൻ്റെ അച്ഛൻ എന്താണ് ചെയ്തത്? ആരതിയെയും അവരുടെ കുടുംബത്തെയും തങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കുകയാണ് ചെയ്തത്. ഇത് കണ്ടിട്ട് അമ്മുവിന് വളരെ സന്തോഷമായെന്നാണ് അമ്മു തൻ്റെ ഡയറി കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിശക്തമായ ഒരു മഴ ഉണ്ടായ ദിവസത്തിൽ അമ്മുവിന് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളാണ് അമ്മു തൻ്റെ ഡയറി കുറിപ്പിൽ എഴുതി വച്ചിരിക്കുന്നത്. ഒരു സാധാ കുടുംബം അനുഭവിക്കുന്നത്, ഒരു സാധാരണ നിലയിലുള്ള ഒരു കുടുംബം എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രളയം വന്നാൽ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മഴ ദിവസത്തിൽ അനുഭവിക്കുന്നത് എന്നാണ് അമ്മുവിൻ്റെ ഡയറി കുറിപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ മഴ കാരണം നമുക്ക് വരുന്ന ഒരുപാട് ഡിസാസ്റ്റേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ഫ്ലഡ്, പ്രളയം. ലാൻഡ്സ്ലൈഡ് അഥവാ ഉരുൾപൊട്ടൽ. അപ്രൂട്ടിംഗ് ഓഫ് ട്രീസ്, മരങ്ങളെല്ലാം കടപുഴകി വീഴുന്നത്. സീ ടർബുലൻസ്, കടൽക്ഷോഭം. ഡിസ്ട്രക്ഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിനാശം. സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്. മഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ. ഡിസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ആൻഡ് ബിൽഡിങ്സ്, വീടും കെട്ടിടങ്ങളും എല്ലാം തകരുന്നത്. ഡിസീസസ് ഓഫ് റെയിനി സീസൺ, മഴക്കാല രോഗങ്ങൾ. ഇതെല്ലാം തന്നെ മഴയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മഴക്കാലത്ത് കണ്ടുവരുന്ന ഡിസാസ്റ്റേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ വിവിധ രൂപത്തിൽ ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്, അപ്രൂട്ടിംഗ് ഓഫ് ട്രീസ്, സോയിൽ ഇറോഷൻ, മഡ് സ്ലൈഡ്, ഇങ്ങനെ വിവിധ രീതിയിൽ വെള്ളം നമ്മുടെ ജീവിതത്തിൽ ഒരു വില്ലനായിട്ട് മാറുമ്പോൾ നമുക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും? വാട്ട് മെഷേഴ്സ് ക്യാൻ വി ടേക്ക്? Everybody may be given training in swimming. Plantain stems which float on water or inflated tubes of four-wheelers can be used for this. നീന്തൽ പരിശീലനം ഒരു നല്ല മാർഗമായിട്ടാണ് ഇവിടെ പറയുന്നത്. സർവീസസ് ഓഫ് വാട്ടർ ഡൈവേഴ്സ് ആൻഡ് ലൈഫ് ഗാർഡ്സ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. സേഫ്റ്റി ബോട്ട്സ് ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് ആർ ടു ബി പ്രൊവൈഡഡ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് ഇൻ വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ഷുഡ് ബി എൻഷുർഡ് അറ്റ് സച്ച് ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസ്. ഇത്തരം ഡിസാസ്റ്റേഴ്സ് കൂടുതലായി കണ്ടുവരുന്ന പ്രദേശങ്ങളിൽ വാട്ടർ ഡൈവേഴ്സിൻ്റെ സഹായം തേടുക, ലൈഫ് ഗാർഡ്സിൻ്റെ സഹായം തേടുക, അതുപോലെ തന്നെ സേഫ്റ്റി ബോട്ട്സ്, ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് ഇവയെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ഇവിടെ കുറച്ച് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മെത്തേഡ്സ് ഓഫ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, ഇവയെ തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നതാണ് നമ്മൾ ഇവിടെ ബോക്സിൽ ഫില്ല് ചെയ്യേണ്ടത്. ബോക്സിലെ ആദ്യത്തെ നാച്ചുറൽ ഡിസാസ്റ്ററാണ് ഫ്ലഡ്സ്. എന്താണ് ഫ്ലഡിനെതിരെയുള്ള പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ മെത്തേഡ്സ്? അവോയ്ഡ് ബ്ലോക്സ് ഇൻ ഡ്രെയിനേജസ്. ഡ്രെയിനേജസ് അതായത് ഓടകളെല്ലാം ബ്ലോക്കൊന്നുമില്ലാതെ സൂക്ഷിക്കുക. അടുത്തതാണ് മഡ് സ്ലൈഡ്സ്. മെത്തേഡ് ഓഫ് പ്രിവെൻഷൻ: സയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ ഇൻ സ്റ്റീപ്പ് പ്ലേസസ്. ചരിഞ്ഞ പ്രദേശങ്ങളിലെല്ലാം കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ബിൽഡിങ്സ് അങ്ങനെ എല്ലാം തന്നെ സയൻറ്റിഫിക്കായിട്ട്, ശാസ്ത്രീയമായിട്ട് ശരിയായ രീതിയിൽ മാത്രം ചെയ്യുക. അതുവഴി നമുക്ക് മഡ് സ്ലൈഡ്സ് തടയാൻ സാധിക്കും. അടുത്തതാണ് ലാൻഡ് സ്ലൈഡ്. പ്രിവെൻഷൻ മെത്തേഡ്: പ്രോപ്പർ ഡിഗ്ഗിങ് ഓഫ് സോയിൽ ഫോർ അഗ്രികൾച്ചർ. സയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ് ഇൻ സ്റ്റീപ്പ് പ്ലേസസ്. ശരിയായ രീതിയിൽ കൃഷിക്ക് വേണ്ടി മണ്ണൊരുക്കുന്നത്, ശാസ്ത്രീയമായ രീതിയിൽ കെട്ടിടങ്ങളെല്ലാം നിർമ്മിക്കുന്നത്, ഇവയെല്ലാം ലാൻഡ് സ്ലൈഡ്സിനെ തടയും. നെക്സ്റ്റ് വൺ ഈസ് ഡ്രൗണിങ്. അതായത് വെള്ളത്തിൽ മുങ്ങിയുള്ള മരണങ്ങൾ. അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും? ബൈ ടീച്ചിങ് സ്വിമ്മിങ്. ശരിയായ നീന്തൽ പരിശീലനം ലഭിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു ഡിസാസ്റ്റർ ഒഴിവാക്കാൻ സാധിക്കും. അടുത്തതാണ് കോസ്റ്റൽ ഇറോഷൻ.
കൺസ്ട്രക്ടിങ് സീ വാൾസ് ആൻഡ് റേസിംഗ് മാംഗ്രോവ്സ്. കടലെടുക്കുന്നതിനെയാണ് കോസ്റ്റൽ ഇറോഷൻ എന്ന് പറയുന്നത്. അതായത് തിരമാലകൾ ആഞ്ഞടിച്ച് കടലെടുത്ത് പോകുന്നതാണ് കോസ്റ്റൽ ഇറോഷൻ. കടലെടുക്കുന്നത് നമുക്ക് എങ്ങനെയാണ് തടയാൻ സാധിക്കുന്നത്? ബൈ കൺസ്ട്രക്ടിങ് സീ വാൾസ്, കടൽ ഭിത്തിയുടെ ശരിയായ നിർമ്മാണം. അതുപോലെ തന്നെ റേസിംഗ് മാംഗ്രോവ്സ്, കണ്ടൽ കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നത്. ഇവയിലൂടെയെല്ലാം കോസ്റ്റൽ ഇറോഷൻ ഒരു പരിധിവരെ തടയാൻ സാധിക്കുന്നു. അപ്പോൾ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മുങ്ങിമരണം, കടലെടുക്കുന്നത് തുടങ്ങിയ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് പ്രകൃതി ദുരന്തങ്ങൾ, അവയെ തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു വരുന്ന പ്രിവെൻഷൻ മെത്തേഡ്സാണ് നമ്മൾ ഈ സ്ലൈഡിൽ കണ്ടത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ലൈഫ് ഗിവിങ് വാട്ടർ എന്ന സെക്കൻഡ് യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.